എന്തോന്നടി അമ്മ പറഞ്ഞ പോലെ ഞാൻ ഈ രാജ്യം വിട്ടു പോവേ. നീ ഏത് രാജ്യം വിട്ടു പോയാലും ഞാൻ ഈ പറഞ്ഞ പോലെ നടക്കുള്ളൂ മുത്തേ. എന്തെങ്കിലും സെൻസ് ഉണ്ട് അമ്മ പറഞ്ഞ? ഉണ്ട്. നീ കുറെ ഇംഗ്ലീഷ് ഒന്നും എന്നോട് പറഞ്ഞ് പേടിപ്പിക്കണ്ട എന്നെ. ഇത് നീ എന്താ പറയണത്? ഇത് പിള്ളകളിയല്ല, കല്യാണമാണ്. എടുപിടി എന്ന് പറഞ്ഞാൽ അങ്ങനെ നടത്താൻ പറ്റൂല. ഇപ്പൊ 21 വയസ്സ് കല്യാണം നടത്തണമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇപ്പൊ 20 വയസ്സായി. ഇനി ഒരു കൊല്ലത്തിനകത്ത് എങ്ങനെ കല്യാണം നടത്തുമെന്നാണ്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഇനി എങ്ങനെ കല്യാണം നടത്തും? എത്ര നാൾ കൊണ്ട് ഞാൻ പറയുന്നു പെണ്ണിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം, അവള് വളർന്നു വരുവാണ്, അവളുടെ ഒന്നും നമ്മുടെ കയ്യിലില്ല, എന്തെങ്കിലും ചെയ്യിട്ടോ, എന്തെങ്കിലും ചെയ്തിട്ടോ. നിങ്ങൾ എന്തെങ്കിലും വില എനിക്ക് തന്നോ? നീ മിണ്ടായിരിക്കും മുത്ത. നിനക്ക് നീ ഇതിനകത്തൊന്നും പറയണ്ട. അതെ, അവള് വളരട്ടെ, അവള് പഠിക്കട്ടെ, അതിന് സമയം കൊടുക്ക അതിന് വളരാൻ. അത് വളർന്നോളും. ഞാൻ വളർന്നില്ലേ? ഇങ്ങനെ വളർന്നോളും. ക്ലീറ്റോ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ആ ജോത്സ്യം പറയണ കേക്കണം. ജോത്സ്യം ഓരോ കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, വെടി കൊണ്ട് നിൽക്കുമായിരുന്നു ഞാനും അവളും. ഈ കണ്ട ജോത്സ്യന്മാരും പറയണ ഇങ്ങോട്ട് വെടി കൊണ്ട് നടന്നോ? ചുമ്മാ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങള്. ആവശ്യമില്ലാത്ത കാര്യമാണോ നിങ്ങൾ പറയുന്നത്? അതിനുള്ള അത് ഉള്ള കുട്ടിയാണത്. ഉള്ള കുട്ടിയൊന്നല്ല. 20 വയസ്സെന്ന് പറയുമ്പോ ഉള്ള കുട്ടിയാണോ? ആണ്. കുറച്ച് കാര്യം മനസ്സിലാക്ക്. ഇപ്പൊ ഈ 21 വയസ്സിന് മുമ്പ് അവളുടെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ കല്യാണം നടക്കാൻ 36 വയസ്സ് കഴിയണം. അത് കറക്റ്റ് പ്രായമാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അവരുടെ കാലിൽ നിൽക്കാൻ പറ്റി വരണ ഒരു സമയം 36 വയസ്സാണ്. നല്ലതാ. പള്ളി സെമിത്തേരിയിലോട്ട് പോറാകുമ്പോ മതിയോ? നിങ്ങൾക്ക് കൊച്ചിന്റെ കാര്യം കണ്ടാ മതിയോ? ഇനിയിപ്പോ നിന്നെ സെമിത്തേരിയിലോട്ട് എടുത്താൽ പോലും ഞാൻ അവളുടെ കല്യാണം അന്തസ്സായിട്ട് നടന്നു. നീ അത് ഓർത്ത് വിഷമിക്കണ്ട. എനിക്ക് എന്റെ കൊച്ചിന്റെ കാര്യം നല്ല ആയുസുള്ള നേരത്ത് നല്ല ആവതുള്ള സമയത്ത് കാണണം എന്ന് പറഞ്ഞപ്പോ നിനക്ക് കല്യാണം കാണണമെന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ച ഇതെന്ത് മറ്റേ പശു കച്ചവടം അല്ല, അങ്ങ് പിടിച്ച് കൊടുക്കാനും നടത്താനും ഒക്കെ അതിന്റെ സമയം പിടിക്കാതെ നടക്കണത്. അവന്റെ ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ടാണ്. എന്റെ തലയിലിട്ട്. നിന്റെ തലയിലല്ല മുത്ത. നീ ഇല്ലാത്ത കാര്യം പറയണ എന്തിനാ? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ. നിങ്ങൾ കല്യാണം കഴിച്ച് പോയെന്നങ്ങ് വിചാരിച്ചോ? തീർന്നല്ലോ. നീ ഒന്ന് അടങ്ങ്. ഇത് ആരെങ്കിലും ഒരു പൊടിക്ക് അടങ്ങ്. ഓ എന്റെ കർത്താവ്, ഇതിന്റെയൊക്കെ ഇടയിൽ മനുഷ്യന്റെ സമാധാനം പോവാണ്. ഞാൻ പറയണതാണ് സമാധാനക്കേട്. എനിക്ക് പേടിയായിട്ടാണ്. ഈ ജോത്സ്യനാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് നിന്റെ ജീവിതത്തിലാ. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വന്നത്. ആ ജോത്സ്യനൊക്കെ നേരത്തെ കണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കുടുക്കി ചെന്ന് ചാടുവോ? എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് മുട്ടാപ്പോക്കിരുന്ന് പറഞ്ഞാൽ മതി. ഓരോ ജോത്സ്യന്മാരും അവിടെ ഇവിടെ ഇരുന്ന് പൈസക്ക് വേണ്ടി അത് ഇതും മക്കളെ നീ വന്നേ. അമ്മ എന്തുവാണ് പറയട്ടെ, ഇങ്ങോട്ട് വാ. പിന്നെ അതെ, ചുമ്മാ ഇങ്ങനെ വഴക്കിടല്ലേ അമ്മ. ഇപ്പൊ അമ്മയുടെ സമാധാനക്കേട് എന്താണ്? നമ്മളെ വീട്ടിൽ ഓരോ ദോഷങ്ങൾ പറഞ്ഞതിന്റെ പേരിലല്ലേ? അതെ ഡാഡി, ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെടുത്ത്. നമുക്കേ ആളും ബഹളമൊന്നും ഇല്ലാതെ വളരെ ലളിതമായിട്ടൊരു കല്യാണം പോലെ നടത്തിയാലോ? ചെറിയൊരു ഇതില്. സന്തോഷം. ഇപ്പൊ ഡാഡിക്കും ഭ്രാന്തായിട്ടുണ്ട്.